എവ്രിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഓഗസ്റ്റ് മാസം ഇങ്ങെത്തിയല്ലേ, അപ്പോൾ ഓഗസ്റ്റ് മാസത്തെ കലണ്ടർ ഉണ്ടാക്കണ്ടേ? നമ്മുടെ സ്റ്റഡി ടേബിളിലും അല്ലാണ്ട് ടേബിളിലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദി ക്യൂട്ട് ആയിട്ടാണല്ലേ ഒരു ടേബിൾ കലണ്ടർ. എന്നാൽ അതൊന്ന് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ നിങ്ങൾക്ക് ഏത് പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ എൻ്റെ കയ്യിലൊരു പാറ്റേൺ പേപ്പർ ഉണ്ടായിരുന്നു, അപ്പോൾ അതിലൊരു പീസ് എടുത്തിട്ടുണ്ട്. അതിന് പകരം A4 ഷീറ്റോ ചാർട്ട് പേപ്പറോ കളർ പേപ്പറോ എന്തായാലും പ്രശ്നമില്ല. അപ്പോൾ അതിലിങ്ങനെ ഓഗസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട് മുകളിൽ. പിന്നെ നമ്മുടെ വീക്കുകൾ കൊടുത്തു. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, ജസ്റ്റ് എഴുതിയിട്ടുണ്ട്. പിന്നെ കലണ്ടറിൽ നോക്കിയിട്ട് ആ ഡേറ്റ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തു കേട്ടോ. എന്നിട്ട് ഓഗസ്റ്റ് മാത്രം ഞാനൊരു ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദേ ഇങ്ങനെ ബ്ലാക്ക് സ്കെച്ച് ഉപയോഗിച്ചിട്ട് തന്നെ കോളംസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മാത്രമായ ഒരു ഭംഗിയില്ലല്ലോ, കുറച്ച് എന്തെങ്കിലുമൊക്കെ പണിയെടുക്കണ്ടേ. അപ്പോൾ ഇതാ ആദ്യം തന്നെ ഞാൻ അതിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. കോർണർ ഭാഗങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ കത്രിക ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ റെക്റ്റാങ്കിൾ ഷേപ്പ് ഒന്ന് മാറും, അല്ലെങ്കിൽ ആ കോർണറിൽ ആ ഒരു പോയിൻറ്റഡ് ഷേപ്പ് ഒന്ന് മാറിയിട്ട് ഒരു ജസ്റ്റ് റൗണ്ടഡ് ഷേപ്പ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തത്, ഒന്നും കൂടി ഭംഗി തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുക. ഇനി വേറെ പിന്നെ നിങ്ങൾക്ക് ഹോൾസ് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണ്ട ഡിസൈൻസ് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തത്. പിന്നെ അവിടെ ചെറിയൊരു കോട്ടൺ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് എൻ്റെ കയ്യിലൊരു പാറ്റേൺ പേപ്പർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ഇങ്ങനെ കപ്പ് കേക്ക്സിൻ്റെ പിക്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തു. നമ്മൾ സ്റ്റിക്കറിനൊക്കെ വെട്ടുന്ന പോലെ തന്നെ കറക്റ്റ് പിക്ചർ പോലെയല്ല, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഒരു സ്റ്റിക്കർ പോലെ തോന്നിക്കുമല്ലോ. എന്നിട്ട് എന്ത് ചെയ്തു, അതൊന്ന് ഡബിൾ സ്റ്റിക്ക് ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടോട്ടൽ ഇങ്ങനെ 4 കപ്പ് കേക്കിൻ്റെ പിക്ചറൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കലണ്ടറിൽ എഴുതാനുള്ള സംഭവങ്ങളും അലങ്കോല പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാൻഡ് വേണമല്ലോ, സ്റ്റാൻഡില്ലാതെ ഇങ്ങനെ ഹാങ് ചെയ്യൂലേ. അപ്പോൾ സ്റ്റാൻഡ് ഉണ്ടാക്കിയാലോ. ഈ ഒരു മെത്തേഡ് ഇതിന് മുൻപ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ ഇങ്ങനെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നോക്കി സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ജ്വല്ലറി ബാഗാണ് കേട്ടോ. നമ്മൾ ഗോൾഡ് വാങ്ങുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു കവറാണ്. അപ്പോൾ അതെന്തായാലും ഒരു മൂലയ്ക്ക് വേസ്റ്റായിട്ട് കിടക്കുന്നത്, അപ്പോൾ അതിനൊരു റീയൂസും കൂടെ ചെയ്യലായി നമുക്ക്. അപ്പോൾ ഇതേ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ പേപ്പർ ഉണ്ടല്ലോ, കലണ്ടർ പേജ്, അപ്പോൾ അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ ബാഗിൻ്റെ വള്ളി ഉണ്ടല്ലോ അതൊന്ന് പകുതിയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതാ 2 പീസും ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കണം. അപ്പം ഹോളർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ഹോൾ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് പെന്ന് ഉപയോഗിച്ചിട്ടാണ് ഹോൾ ഇട്ട് കൊടുത്തത്. ഇനി ഒന്നുമില്ല, അതവിടെ നിൽക്കാൻ വേണ്ടി ഒന്ന് കെട്ടിക്കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഹോൾ ഉണ്ടാക്കുമ്പോൾ കയറിൻ്റെ സൈസ് അനുസരിച്ചിട്ടൊന്ന് വലുതാക്കിയിട്ടൊക്കെ ഉണ്ടാക്കട്ടോ. ഞാൻ എൻ്റെ ചെറിയ ഹോളായതുകൊണ്ട് ഞാൻ കയർ അതിലൂടെ എടുത്തപ്പോൾ കയറ് പിരിവിരിയൊക്കെ പോയിട്ട് ഇങ്ങനെ വേറിട്ട് പോയിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് മുകളിലൊന്ന് വൃത്തികേടായത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. സംഭവം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്